ആമി കണ്ണുകൾ ചിമ്മി തുറന്നു. ആമി, ചിന്നു അവളെ വിളിച്ചു. ഇച്ചായൻ, അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് ചോദിച്ചു. ചേട്ടൻ ഇതുവരെ വന്നില്ല. അവളൊന്ന് മൂളി. ചിന്നു, ദേവൻ അവളെ വന്ന് വിളിച്ചു. മനുവിന് ബോധം വന്നിട്ടുണ്ട്. ദേവൻ പറഞ്ഞതും ചിന്നു അവിടുന്ന് എഴുന്നേറ്റു. ആണോ? മനുവേട്ടനെ എനിക്ക് കാണാൻ പറ്റുമോ? പറ്റും, നീ ചെല്ല്. ദേവേട്ടാ, എൻ്റെ ചാച്ചൻ. മോൾ എഴുന്നേറ്റായിരുന്നോ? ഞാൻ ശ്രദ്ധിച്ചില്ല. മോള് വാ, ചാച്ചനെ കാണണ്ടേ? കാണണം, അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് പറഞ്ഞു. ദേവൻ അവർ രണ്ടുപേരെയും കൂട്ടി മനുവിൻ്റെ അടുത്തേക്ക് നടന്നു. ചാച്ചാ, മനുവേട്ടാ, അവർ രണ്ടുപേരും കൂടി കരഞ്ഞുകൊണ്ട് വിളിച്ചു. മോളെ മാളു. അവൻ വിളിച്ചതും അവൾ പൊട്ടിക്കരഞ്ഞു. ചാച്ചനൊന്നുമില്ലടാ. ദേ, ചാച്ച സ്ട്രോങ് അല്ലേ? തലയ്ക്ക് ചെറിയൊരു വേദന, അത്രേ ഉള്ളൂ. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ അവൻ്റെ നെറ്റിയിൽ ചുംബിച്ചു. കരയാതടി, എനിക്ക് ഒന്നുമില്ല. ചിന്നു തേങ്ങിക്കരയുന്നത് കണ്ടതും അവൻ ചിന്നുവിൻ്റെ കൈക്ക് മുകളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. അധികം സ്ട്രെയിൻ എടുപ്പിക്കണ്ട കേട്ടോ, ഒരു സിസ്റ്റർ അവരോട് വന്ന് പറഞ്ഞു. അവർ അതിന് തലയാട്ടി. ജോ എവിടെ? അവൻ ആമിയെ നോക്കി ചോദിച്ചു. അവളൊന്നും മിണ്ടിയില്ല. ചേട്ടൻ കുറേ നേരമായി പോയിട്ട് ഇതുവരെ വന്നില്ല. അവനൊന്ന് മൂളി. മോളെ വാ, എന്തെങ്കിലും കഴിക്കാം, ഇല്ലെങ്കിൽ ഇനിയും തല ചുറ്റിയാലോ? ദേവൻ ആമിയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു. അവൾക്ക് എന്താ ദേവ? മനു ആവലാതിയോട് ചോദിച്ചു. പേടിക്കാൻ ഒന്നുമില്ലടാ, ടെൻഷൻ അടിച്ചപ്പോൾ BP ചെറുതായിട്ടൊന്ന് കൂടി. എന്തിനാ മോൾ ടെൻഷൻ അടിച്ചത്? മനു സംശയത്തോടെ ചോദിച്ചു. അത് അതൊന്നുമില്ലടാ, നിന്നെ ഇങ്ങനെയൊക്കെ കണ്ടപ്പോൾ പെട്ടെന്ന് BP കൂടിയതാ, വേറെ പ്രശ്നമൊന്നുമില്ല. വാ മിയ, ഞാൻ കഞ്ഞി വാങ്ങിയിട്ടുണ്ട്. എനിക്ക് വേണ്ട, ഞാൻ ചാച്ചൻ്റെ കൂടെ ഇവിടെ ഇരുന്നോളാം. പറയുന്നത് കേൾക്കും മിയ, വന്നേ. ദേവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ചെല്ല് മോളെ, കഴിക്ക്. ചിന്നു, നീയും കൂടി ചെല്ല്. മനു രണ്ടുപേരെയും നോക്കി പറഞ്ഞു. അവർ രണ്ടുപേരും തലയാട്ടിക്കൊണ്ടിറങ്ങി. ആമിയും ചിന്നു അവനെ കണ്ടിട്ടിറങ്ങിയതും ജോ അങ്ങോട്ടേക്ക് വന്നതും ഒന്നിച്ചായിരുന്നു. ആമി അവനെ നോക്കിയതും അവൻ നല്ലോണം ഇളിച്ചു കാണിച്ചു. അവൾ മുഖം വീർപ്പിച്ച് വെച്ചുകൊണ്ട് അവനെ നോക്കാതെ മുറിയിലേക്ക് നടന്നു. ഭയങ്കര കലിപ്പിലാണല്ലോ പെണ്ണ്, അവൻ നിക്കുവിനെ നോക്കി പറഞ്ഞു. പിന്നെ നീ അവളെ കരയിച്ചിട്ടല്ലേ ഇവിടുന്ന് പോയത്? നീ പോയതും അവൾ BP കൂടി തലചുറ്റി വീണു. നിക്കു ദേഷ്യത്തോടെ അവനോട് പറഞ്ഞു. എന്നിട്ട് നീ എന്താ എന്നെ വിളിക്കാഞ്ഞേ? അവൻ കുറച്ച് ദേഷ്യത്തിൽ ചോദിച്ചു. ദേ പുല്ലേ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. നിന്റെ ഫോൺ എടുത്ത് നോക്കടാ, ഞാൻ എത്ര തവണ വിളിച്ചെന്ന്. അവൻ പറഞ്ഞതും ജോ ഫോൺ എടുത്ത് നോക്കി. നിക്കുവിൻ്റെ കുറേ മിസ്ഡ് കോൾ ഉണ്ടായിരുന്നു. ഞാൻ അവൾ വിളിക്കുമെന്ന് കരുതി സൈലൻ്റ് ആക്കിയായിരുന്നു, പിന്നെ ശ്രദ്ധിച്ചില്ല. അവൻ ഫോണിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു. എങ്കിൽ ഞാൻ പോയി എൻ്റെ പെണ്ണിനെ ഒന്ന്. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ചെല്ല്. നിക്കുവും അവനെ കളിയാക്കി പറഞ്ഞു. ജോ റൂമിൽ ചെന്നപ്പോൾ ആമി കഞ്ഞി കുടിക്കുകയായിരുന്നു. അവൻ അവളുടെ അടുത്തേക്ക് ചെന്നിരുന്നു. എന്നാൽ അവൾ അവനെ ശ്രദ്ധിക്കാൻ പോയതേയില്ല. ആമിക്കുട്ട, അവൻ അവളുടെ ഇടുപ്പിൽ കൂടി കൈ ചുറ്റിക്കൊണ്ട് വിളിച്ചു. അവൾ ദേഷ്യത്തോടെ അവനെ നോക്കി. ഓഹ്, ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ, ഇച്ചാന് പേടിയാവുന്നു. ദേ, മുട്ടൊക്കെ വിറയ്ക്കുന്നുണ്ട്. അവൻ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അവൻ കളിയാക്കിയതാണെന്ന് അവൾക്ക് മനസ്സിലായി. ദേവനും ചിന്നുവും അത് കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾ അവിടുന്ന് പാത്രവുമായി എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയതും ജോ അവളെ പൊക്കി അവൻ്റെ മടിയിലേക്ക് ഇരുത്തിക്കൊണ്ട് അവളുടെ കയ്യിൽ നിന്നും പാത്രം വാങ്ങി ദേവനെ ഏൽപ്പിച്ചു. അവൻ ചിരിച്ചുകൊണ്ട് അത് വാങ്ങി ചിന്നുവിനെയും കൊണ്ട് മുറിയിൽ നിന്നും ഇറങ്ങി. ജോ അവരെ നോക്കി കണ്ണു ചിമ്മി കാണിച്ചു. ചിന്നു വെളിയിലേക്ക് ഇറങ്ങി വാതിലടച്ചു. ആമിക്കുട്ട, അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം പൊത്തി വെച്ചുകൊണ്ട് വിളിച്ചു. വേണ്ട, എന്നെ ആരും വിളിക്കണ്ട. ഞാൻ പറഞ്ഞിട്ട് കേട്ടില്ലല്ലോ. എന്നെ ഇഷ്ടമല്ലാത്തത് കൊണ്ടല്ലേ ഞാൻ പറഞ്ഞിട്ട് കേൾക്കാതെ പോയത്? അവൾ അവൻ്റെ കൈകൾ വിടിയിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. അതിച്ചായന് അത്യാവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ടല്ലേ പോയത്? അവൻ അവളുടെ കവളിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. എന്നെ ഉമ്മ വെക്കണ്ട, എന്നെക്കാൾ അത്യാവശ്യമാണല്ലോ അതൊക്കെ അല്ലേ? അവൾ കുഞ്ഞുകുട്ടികൾ ചോദിക്കുന്നത് പോലെ അവനോട് ചോദിച്ചു. അങ്ങനെ അല്ലടി, അങ്ങനെ തന്നെയാ. എനിക്കറിയാം എന്നെ ഇഷ്ടമല്ല, അതുകൊണ്ടാ പോയത്. അതെ, നിന്നെ എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് നീ പറയുന്നത് കേൾക്കാതെ പോയത്. മതിയോ? അവൻ ദേഷ്യത്തോടെ അവളോട് പറഞ്ഞു. കണ്ടോ, ഇപ്പോഴും ദേഷ്യ. വിടെന്നെ, ഞാൻ എൻ്റെ ചാച്ചൻ്റെ അടുത്ത് പോകുക. ചാച്ചൻ എന്നോട് ഇതുപോലെ ദേഷ്യപ്പെട്ടില്ല, ഞാൻ പറയുന്നത് കേൾക്കുകയും ചെയ്യും. അവൾ അവനെ നോക്കി പറഞ്ഞതും അവന് ദേഷ്യം വന്നു. അവനവളെ അവൻ്റെ മടിയിൽ നിന്ന് മാറ്റിയിട്ട് എഴുന്നേറ്റു. മുണ്ട് മടക്കി കുത്തിക്കൊണ്ട് അവളെ നോക്കി. നീ പോയി നിന്റെ ചാച്ചനോട് സംസാരിക്കുക. ഇനി മേല ഇച്ചായാന്നും വിളിച്ചെൻ്റെ പുറകെ വന്നു പോകരുത്. അവൻ കൈ ചൂണ്ടി അവളോട് പറഞ്ഞു. ഇച്ച പോടി, അവൻ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയി. അവൻ പോകുന്നതും നോക്കിയിരുന്നു. അവൻ ഇറങ്ങിപ്പോയതും ചിന്നു മുറിയിലേക്ക് കയറി വന്നു. എന്താടി, ജോച്ചേട്ടൻ ദേഷ്യപ്പെട്ടു പോയത് കണ്ടല്ലോ? ചിന്നു ചോദിച്ചതും ആമി ഉണ്ടായതെല്ലാം പറഞ്ഞു.
ബെസ്റ്റ് പോസസീവ്നെസ് ആണല്ലേ? അവൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അവൾ ഒന്നും പറയാതെ അതിന് മൂളി. ആമിയുടെ അടുത്തു നിന്നും ജോ പോയത് മനുവിൻ്റെ അടുത്തേക്കായിരുന്നു. മനു, അവൻ വിളിച്ചതും മനു കണ്ണു തുറന്നു. ജോ, എങ്ങനെയുണ്ടടാ? കുഴപ്പമൊന്നുമില്ലടാ. നീ നീ എവിടെ പോയതാ? ഞാൻ ജോ, അവർ അവർ ആമിയെ തിരക്കി വന്നതാ. നീ അന്വേഷിച്ചോ? ആരാ അവര്? അന്വേഷിച്ചു. അയാളാ ആ ജോർജും മോളും. അയാളോ? എന്തിന്? മനു ചോദിച്ചതും ജോ എല്ലാം പറഞ്ഞു. വെറുതെ വിടരുത് ജോ. എൻ്റെ എൻ്റെ മോളെ എനിക്ക് കിട്ടിയതേ ഉള്ളൂ. അപ്പോഴേക്കും എന്താ ജോ ഇങ്ങനെ? അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. മനു, അങ്ങനെയൊന്നും ചിന്തിക്കാതെ നീ റെസ്റ്റ് എടുക്ക്. ഞാനില്ലേടാ, നീ വിഷമിക്കാതിരിക്കെ. കാണേണ്ടതുപോലെ ഞാൻ അപ്പനെയും മോളെയും കണ്ടിട്ടുണ്ട്. ജോ, മാളുവിനെ നോക്കണേടാ. പിന്നെ എൻ്റെ പെണ്ണിനെ ഞാൻ നോക്കാതെ? നീ ധൈര്യമായിട്ടിരിക്കടാ, ഞാനില്ലേ. ഇനി ഇങ്ങനെ ഉണ്ടാകില്ല, ഞാൻ നിനക്ക് ഉറപ്പ് തരാം. അവൻ മനുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. മനു അതിന് പുഞ്ചിരിച്ചു. പപ്പയ്ക്കും മോക്കും ഇപ്പം സന്തോഷമായോ? നിങ്ങളാ എല്ലാത്തിനും കാരണം. ഇവളുടെ എല്ലാ തോന്നിവാസത്തിനും കൂട്ടു നിൽക്കുന്നത് നിങ്ങളാ. തെറ്റും ശരിയും പറഞ്ഞു കൊടുക്കാതെ എല്ലാത്തിനും വളം വെച്ച് കൊടുക്കുന്നത് നിങ്ങളാ. നിങ്ങളുടെ സ്വന്തം കാര്യം നേടിയെടുക്കാൻ നിങ്ങൾ നിങ്ങളുടെ മോളെ തന്നെയാണ് നശിപ്പിക്കുന്നത്. അവർ ദേഷ്യത്തോടെ അയാളുടെ നേരെ കൈ ചൂണ്ടി പറഞ്ഞു. നിനക്ക് എന്താടി ഈ നാട്ടിൽ വേറെ ആണുങ്ങളെ കിട്ടില്ലേ? അവനെ തന്നെ വേണമെന്ന് നിനക്കെന്താ എത്ര നിർബന്ധം? അവൻ നിന്നെപ്പോലെ ഒരു പെൺകൊച്ചിൻ്റെ ഭർത്താവാ. കെട്ടി ഒരുത്തൻ്റെ പുറകെ നടക്കാൻ നിനക്ക് നാണമില്ലേ? അവർ മെറിൻ്റെ നേരെ ദേഷ്യത്തോടെ ചോദിച്ചു. ജോർജും മെറിനും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. ജോയുടെ മുഖം അവരുടെ മനസ്സിൽ നിന്നും പോകുന്നില്ലായിരുന്നു. അവരെ രണ്ടുപേരെയും ദേഷ്യത്തോടെ ഒന്ന് നോക്കിയിട്ട് മുറിയിലേക്ക് പോയി. മോളെ, അയാൾ വിളിച്ചതും അവൾ നിറഞ്ഞ കണ്ണുകളോടെ അയാളെ നോക്കി. അയാൾ അവളുടെ മുഖത്തേക്ക് നോക്കി. ചുവന്ന് വീർത്തിരിക്കുകയായിരുന്നു അവളുടെ മുഖം. തീർക്കും ഞാൻ ആ പീറപ്പെണ്ണിനെ. എൻ്റെ മോളെ വേദനിപ്പിച്ചിട്ട് അവളും അവനും സുഖമായിട്ട് ജീവിക്കണ്ട. നിനക്കവനെ കിട്ടിയില്ലെങ്കിലും വേണ്ടിയില്ല. ഇനി അവളും അവനും സന്തോഷത്തോടെ ജീവിക്കില്ല. അയാൾ ദേഷ്യത്തോടെ അവളെ നോക്കി പറഞ്ഞു. ഇപ്പോൾ ഒന്നും വേണ്ട പപ്പേ. നമുക്കൊരവസരം വരും. അപ്പോൾ തീർക്കണം അവളെ. പപ്പേ, ജോച്ചായൻ പറഞ്ഞത് പപ്പ കേട്ടോ? എൻ്റെ പെണ്ണെന്ന് അങ്ങനെയല്ലേ ജോച്ചായൻ പറഞ്ഞത്? പിന്നെന്താ? ആ, എൻ്റെ കൊച്ചെന്ന് എത്ര വട്ടം അങ്ങനെ പറഞ്ഞു? എൻ്റെ പെണ്ണ്, എൻ്റെ കൊച്ച്, അവളോടുള്ള പ്രണയം, സ്നേഹം, അതൊക്കെയാ ആ മുഖത്ത് ഞാൻ കണ്ടത്. അവളെ അത്രയും സ്നേഹിക്കുന്നത് കൊണ്ടല്ലേ? അല്ലേ പപ്പേ? അവളെ കൊല്ലണം പപ്പേ. അങ്ങനെ ജോച്ചായൻ അവളെ സ്നേഹിക്കണ്ട. എനിക്ക് കിട്ടാത്തതൊന്നും അവൾക്കും വേണ്ട. അവൾ ദേഷ്യത്തോടെ പറഞ്ഞു. അത് കേട്ട് അയാൾ മനസ്സിൽ എന്തൊക്കെയോ കണക്ക് കൂട്ടി. ദേവേട്ടാ, എന്നെ വീട്ടിലേക്കൊന്ന് കൊണ്ടുപോകാവോ? ജോ അടുത്ത് നിൽക്കുന്നുണ്ടെങ്കിലും അവൾ ജോയെ നോക്കാതെ ദേവനോട് പറഞ്ഞു. ദേവൻ ജോയുടെ മുഖത്തേക്ക് നോക്കി. അവനൊന്നും മിണ്ടാതെ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ദേവേട്ടാ, ഇപ്പോൾ എന്തിനാടി പോകുന്നേ? നിക്കു സംശയത്തോടെ അവളോട് ചോദിച്ചു. എൻ്റെ ഡ്രസ്സൊക്കെ എടുക്കാൻ മമ്മി പറഞ്ഞു ചാച്ചനെ വീട്ടിലേക്ക് കൊണ്ടുപോകുവാന്ന്. അവർ നോക്കിക്കോളാന്ന്. ഞാനും ചാച്ചൻ്റെ കൂടെ പോകുക, അവൾ ദേവനെ നോക്കി പറഞ്ഞു. ദേവനും നിക്കുവിനും രണ്ടുപേരുടെയും പിണക്കം കണ്ട് ചിരി വരുന്നുണ്ടായിരുന്നു. ജോ, നീ എന്താ ഒന്നും മിണ്ടാത്തത്? നിന്റെ ഭാര്യയെ കൊണ്ടുപോയി ഡ്രസ്സൊക്കെ എടുത്തിട്ട് വാ. ദേവൻ ജോയെ നോക്കി കളിയാക്കി. നിന്നോടല്ലേ പറഞ്ഞത് നീ കൊണ്ടുപോയാൽ മതി. പിന്നെ സ്വന്തമായിട്ട് തീരുമാനമൊക്കെ എടുക്കുന്നവർ പിന്നെ ഒന്നിനും എൻ്റെ അടുത്ത് വരരുതെന്ന് കൂടി പറഞ്ഞേക്ക്. ജോ ദേവനെ നോക്കി പറഞ്ഞു. ഞാൻ ആരുടെ അടുത്തും ഒന്നിനും വരുന്നില്ല. ദേവേട്ടാ, എന്നെ കൊണ്ടുപോകുമോ? അവളും ദേവനെ നോക്കി പറഞ്ഞു. ദേവൻ ചിരിച്ചുകൊണ്ട് രണ്ടുപേരെയും മാറി മാറി നോക്കി. ജോ ചേട്ടാ, ഞാൻ മനുവേട്ടൻ്റെ വീട്ടിൽ പോയി കുറച്ച് ദിവസം നിൽക്കട്ടെ? ചിന്നു ജോയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. അതിനെന്താ, മോള് പോയി നിന്നിട്ട് വാ. ജോ അവളെ നോക്കി മറുപടി പറഞ്ഞു. ദേവേട്ടാ, ഞാനൂടി വരുന്നു. എനിക്കും ഡ്രസ്സൊക്കെ എടുക്കണം, ചിന്നുവും പറഞ്ഞു. ദേവൻ കാറിൻ്റെ കീയുമായിട്ട് അവിടെ നിന്നും എഴുന്നേറ്റു. ജോ, ഞാനിവരെ കൊണ്ടുപോയിട്ട് വരാം. ദേവൻ ജോയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ഞാനൂടി വരുന്നു. എനിക്ക് ഡ്രസ്സൊക്കെ ഒന്ന് മാറി കുളിക്കണം. ജോ അവിടെ നിന്നും എഴുന്നേറ്റു. നിക്കു, നീ ഇവിടെ ഉണ്ടാകണം. ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം. ശരിയടാ, നിക്കു അവനെ നോക്കി മറുപടി പറഞ്ഞു. ആമി അവനെ നോക്കാതെ ദേവൻ്റെ കൂടെ പോയി കാറിൽ കയറി. ചിന്നുവും അവളുടെ ഒപ്പം കയറി. ജോ കോ ഡ്രൈവർ സീറ്റിലേക്ക് കയറിയതും ദേവൻ കാറെടുത്തു. ആമി മോളെ. ലിസയും സുഭദ്രയും അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. എനിക്കൊന്നുമില്ല മമ്മി, കരയണ്ട. വിഷമിക്കേണ്ട സുഭദ്രാമേ, ഒന്നുമില്ല. ദേ നോക്കിക്കേ. അവൾ രണ്ടുപേരുടെയും തോളിൽ കൂടി കൈയിട്ടുകൊണ്ട് പറഞ്ഞു. മനുവിന് ഇപ്പം എങ്ങനെയുണ്ട് ജോ? ജേക്കബ് ചോദിച്ചു. കുഴപ്പമൊന്നുമില്ല പപ്പേ, സ്റ്റിച്ചുണ്ട്. പിന്നെ ആൻറ്റിയും അങ്കിളും പറഞ്ഞു അവർ നോക്കിക്കോളാമെന്ന്.
അതുകൊണ്ട് നാളെ ഡിസ്ചാർജ് ചെയ്യും. ആരാ ജോ ഇത് ചെയ്തത്? ആ ജോർജും മകളും, അവൻ ദേഷ്യത്തോടെ പറഞ്ഞു. അവൻ ഇത്രയ്ക്ക് ദുഷ്ടനായിരുന്നോ? ജേക്കബ് സംശയത്തോടെ ചോദിച്ചു. പപ്പയ്ക്കല്ലായിരുന്നോ അവളെക്കൊണ്ട് എന്നെ കെട്ടിക്കണമെന്ന് വാശി? അവൾക്ക് എന്നോടൊരു കോപ്പമില്ല. അവർക്ക് നമ്മുടെ സ്വത്തിനോടും പണത്തിനോടുമുള്ള ആർത്തിയാ, അല്ലാതൊന്നുമില്ല. ജോ ദേഷ്യത്തോടെ അയാളോട് പറഞ്ഞു. എനിക്കും ആ കൊച്ചിനെ ഇഷ്ടമല്ലായിരുന്നു. നമ്മളോട് സ്നേഹമുള്ളതും സ്നേഹം അഭിനയിക്കുന്നതും കാണുമ്പോൾ അറിയാലോ. എനിക്ക് അവനെ ഒന്ന് കാണണം. അവൻ ഇത്ര തരം താഴ്ന്നോ എന്ന് എനിക്കൊന്നറിയണം. ജേക്കബ് ദേഷ്യത്തോടെ അവനോട് പറഞ്ഞു. വേണ്ട പപ്പേ, പപ്പ ഇനി ഒന്നിനും പോകണ്ട. കൊടുക്കാനുള്ളതെല്ലാം അപ്പനും മോൾക്കും ഞാൻ കൊടുത്തിട്ടാ വന്നത്. മമ്മി, ഞാൻ ചാച്ചൻ്റെ കൂടെ പോകുക കേട്ടോ. ആമി അവരെ നോക്കി പറഞ്ഞു. അതിനെന്താ, പോയിട്ട് വാ. പിന്നെ അടുത്ത ആഴ്ച കല്യാണത്തിന് ഡ്രസ്സൊക്കെ എടുക്കണ്ടേ? ലിസ അവളെ നോക്കി ചോദിച്ചു. ഞാൻ പോയി കുളിച്ചിട്ട് വരാം. ആമി അതിന് മറുപടി പറയാതെ മുറിയിലേക്ക് പോയി. മോൾക്കിതെന്തു പറ്റി? മുഖം വല്ലാതിരിക്കുവാണല്ലോ, സുഭദ്ര സംശയത്തോടെ ചോദിച്ചു. അത് ഭാര്യയും ഭർത്താവും കൂടി സൗന്ദര്യപ്പിണക്കം, അതിൻ്റെയാ, ദേവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതെന്താ കാരണം? ലിസ ചോദിച്ചതും ദേവൻ ഉണ്ടായതെല്ലാം പറഞ്ഞു. അപ്പോഴേക്കും ജോ അവിടുന്ന് റൂമിലേക്ക് വലിഞ്ഞിരുന്നു. ഇല്ലെങ്കിൽ അവന് വഴക്ക് കിട്ടുമെന്ന് അവന് നന്നായിട്ട് അറിയാമായിരുന്നു.